ഇവിടൊക്കെ ഭയങ്കര മാറ്റല്ലേ. ഭയങ്കര മാറ്റാ. പണ്ട് ഇതൊക്കെ ഇടവഴിയല്ലേ. ഇപ്പൊ ഇനി നോക്ക്, ഇതാ പകുതി ടാറിങ്ങും പകുതി കട്ടറോടും. എടോ ഇത് പകുതി താറിങ് ചെയ്യാൻ വന്നതല്ല, ഫുള്ള് താറിങ് കഴിഞ്ഞിട്ട് അതിന്റെ പിറ്റേന്ന് ഇവര് കുഴി മാന്താൻ വരിക. മനസ്സിലായോ? ഇനിയിപ്പൊ കുയ്യാന്താൻ വന്നല്ല നമ്മൾ ആണ്ടിന് പോവല്ലേ. നടന്നു ഇല്ലേ ഇമ്മക്ക് വെച്ച സാധനം ആ ചെക്കന്മാര് കയറി അടിക്കും. പേര് ഇമ്മക്ക് പോയി. ബാലേട്ടനല്ലേ? മോളെ ദേവു, അച്ഛമ്മയോട് പ്ലേറ്റ് എടുത്ത് വെക്കാൻ പറ. വേണ്ട, അച്ഛമ്മ എടുത്തിട്ട് ഉഷാറായിക്കില്ലല്ലേ. നല്ല ഫുഡ് അടിയൊക്കെ ആന്ന് തോന്നിട്ടോ. ഒരു 19-55 വയസ്സില്ലേ ഇപ്പൊ? ഉണ്ടാവും. നമ്മളൊന്നും അങ്ങോട്ട് പോയിക്കല്ലോ. വേണ്ട, മൂപ്പരങ്ങോട്ട് പോവാനുള്ള പരിപാടിയാന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇവിടെ വെക്കാം. ചിലപ്പോ ഇപ്പൊ ഇറങ്ങും ആള്. ആയിക്കോട്ടെ. മോളെ, അച്ഛൻ പീടികയിലേക്കല്ല പോണേ, ആണ്ടിന് പോവാണ്. ഇയാളെന്താ ഒന്നും മിണ്ടാണ്ട് പോകുന്നത്? ഇനി അതിന് ഐറ്റാ ഡയലോഗ് അല്ലേ അയാളോട് അടിച്ച്. ഇനി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. വരെ കേറിയിരിക്കും. ഡോക്ടർ എന്ത് പറഞ്ഞു? വലിയ കുഴപ്പമൊന്നുമില്ലാന്നാ പറഞ്ഞത്. എല്ലിൻ്റെ ഉള്ളൊന്നും എന്തോ കുത്തിയെടുത്തിട്ട് പരിശോധിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ബയോപ്സിയാന്ന് രാജേന്ദ്രനെ ടെസ്റ്റ് ചെയ്തതിന് ശേഷമല്ലേ അതിന് സാധനം മറ്റേതാന്ന് പറഞ്ഞു. നമ്മളെ ജോർജിന്റെ മോളും നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറല്ലേ കാണിക്കുന്നത്? ഞാൻ പോയിട്ട് കണ്ടിട്ടില്ല. ആ കുട്ടീനൊക്കെ അറിഞ്ഞൂടെ? അതൊക്കെ ഇപ്പൊ പോയി. ഇപ്പം ഫുള്ള് മൊട്ടത്തലയായില്ലേ. എന്ത് ചെയ്യും, കുട്ടിയേക്ക് വരെ പിടിച്ചിരിക്കാനാകില്ല ഇതിന്റെ മുമ്പ്. പിന്നെ വയസ്സായ ബാലേട്ടന്റെ കാര്യം പറയേണ്ട കാര്യമില്ല. ഇതിങ്ങനെ തന്നെയാണ്, ഇത് മാറുമൊന്നുമില്ല. പിന്നെ കിട്ടുന്നിടത്തോളം ഇങ്ങനെ പോവും. അത്ര. ഹലോ, നിങ്ങളിപ്പോ രണ്ടാൾ എന്തിനു വന്നതാ? ഞങ്ങള് അച്ഛനെ ഒന്ന് സമാധാനിപ്പിക്കാലോ വെച്ചിട്ട് പോന്നതാ. നീ ചേട്ടൻ രണ്ടാളും മതി, അച്ഛനെ സമാധാനപ്പെടുത്തി. ഇനി നിങ്ങൾ വിട്ടിരുന്നല്ലേ അച്ഛൻ സമാധിയാവും. ഇറങ്ങി കണ്ടു. അതാരായാലും മോനെ? അത് നമ്മളെ നെഗറ്റീവ് രമേശനും ദാസനും അമ്മ. പാട്ട് മൂപ്പര വിചാരം ഭയങ്കര സംഭവം. കേട്ടോ